Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആബർ und സൊണ്ടേൻ ആണ്. അതായത് ജർമ്മൻ ലാംഗ്വേജിലെ ഒരു കൊണക്റ്റോറാണ് ആബറും സൊണ്ടേൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് നോക്കാം. ആബർ എന്ന് പറഞ്ഞാൽ ബട്ട്, പക്ഷേ എന്നുള്ള മീനിങ് ആണ് ആബറിനുള്ളത്. സൊണ്ടേൻ എന്ന് പറഞ്ഞാൽ ബട്ട് റാദർ അല്ലെങ്കിൽ മറിച്ച് അല്ലെങ്കിൽ അതിന് പകരം എന്ന് പറയണ ആ ഒരു സമയത്താണ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയണ ആ ഒരു വേർഡാണ് നമ്മൾ സൊണ്ടേൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ബോത്ത് ആർ യൂസ്ഡ് ടു കണക്ട് സെൻറ്റൻസ് ബട്ട് ദെയർ യൂസേജ് ഈസ് ഡിഫറെൻറ്റ്. രണ്ടും സെൻറ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കണക്റ്റേഴ്സ് ആണ്. പക്ഷെ രണ്ടിൻ്റെയും അർത്ഥവും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ രണ്ട് സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ ഈ ആബറും സൊണ്ടേനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആബർ എന്താണെന്ന് പഠിക്കാം. യൂസ്ഡ് ടു ഷോ കോൺട്രാസ്റ്റ്. ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് നോട്ട് നെഗറ്റീവ്, ബോത്ത് ഐഡിയാസ് ആർ ട്രൂ. അതായത് നമ്മുടെ ഈ രണ്ട് സെൻറ്റൻസും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യത്തില്ല. ഫസ്റ്റ് സെൻറ്റൻസ് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആബർ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടും വിപരീതമായിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ദെൻ കോമിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് മെയിൻ സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോമിട്ട് അപ്പം തന്നെ നമ്മൾ ആബർ വയ്ക്കണം. അതിനുശേഷം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, അതായിരിക്കും അതിൻ്റെ ഫോം. രണ്ട് സെൻറ്റൻസിനും വെർബിന് യാതൊരു ചേഞ്ചും വരത്തില്ല. സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വെർബ് കോൺജുഗേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേർഡ് ഓർഡർ നമ്മൾ സാധാരണ നോർമലി എങ്ങനെയാണോ സെൻറ്റൻസ് എഴുതുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ ആബർ എന്ന് പറഞ്ഞ കൊണക്റ്റോർ വയ്ക്കുന്ന സമയത്തും നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ അതിന് കുറച്ച് ബൈസ്പീൽ നോക്കാം. എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ് ലേർനെ ഡോയിഷ് ആബർ എസ് ഇസ്റ്റ് ഷ്വീറിഷ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ട്. ഇഷ് ലേർനെ ഡോയിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ലേർനെ എന്ന് പറഞ്ഞാൽ ടു ലേൺ, പഠിക്കുക എന്നുള്ളതാണ് മീനിങ്. ആബർ എസ് ഇസ്റ്റ് ഷ്വീറിഷ്. ഷ്വീറിഷ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് ആണെങ്കിലും ഞാൻ ജർമ്മൻ പഠിക്കുന്നു. അതാണ് ആ ഒരു രണ്ട് സെൻറ്റൻസും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണ്. അതിനിടയിലാണ് നമ്മൾ ആബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ് ലേർനെ ഡോയിഷ് ആബർ എസ് ഇസ്റ്റ് ഷ്വീറിഷ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. സീസ്റ്റ് ക്രാങ്ക് ആബർ സി ഗേറ്റ് സുർ ഷൂളെ. അവൾക്ക് സുഖമില്ല പക്ഷെ അവൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ആ സുഖമില്ലാത്തത് കാരണം സാധാരണ ആളുകൾ വീട്ടിലാണ് ഇരിക്കുക. പക്ഷെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അവൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ആബർ എന്ന് പറഞ്ഞിട്ടുള്ള കണക്റ്റർ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആബർ കഴിഞ്ഞിട്ട് സി അവിടുത്തെ സബ്ജക്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഗെയിൻ ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെർബിനെ സി അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് ഗേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സുർഷൂളെ സ്കൂളിലേക്ക് പോയി, ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ എറിസ്റ്റ് ആർ ആബർ ഗ്ലൂക്ലിഷ്. അതായത് അവൻ ദരിദ്രനാണ്, അവൻ പുവർ ആണ്, പക്ഷെ എന്നാലും അവൻ ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ആബർ യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ സബ്ജക്റ്റും വെർബും ഒന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. കാരണം എറിസ്റ്റ് ഗ്ലൂക്ലിഷ് അത് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലും എഴുതാണെങ്കിൽ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ വെർബും സബ്ജക്റ്റും സെയിം ആയതുകൊണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ സബ്ജക്റ്റ് വെച്ചു, ഇസ്റ്റ് എന്ന് പറഞ്ഞ വെർബ് വെച്ചു, ആറും എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, പുവർ എന്നുള്ളത്. ഇനി അതിനുശേഷം ആബർ വെച്ചിട്ട് നമ്മൾ വീണ്ടും വേണമെങ്കിൽ എറിസ്റ്റ് ആർ ആബർ എറിസ്റ്റ് ഗ്ലൂക്ലിഷ് എന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റും വെർബും സെയിം ആയതുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കണക്റ്ററാണ് സൊണ്ടേൻ എന്നുള്ളത്. യൂസ്ഡ് ടു കറക്റ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സെൻറ്റൻസ് മസ്റ്റ് ബി നെഗറ്റീവ്, ഓൾവേസ് കംസ് ആഫ്റ്റർ നിഷ് ഓർഡർ കൈൻ. അതായത് ഈ സൊണ്ടേൻ വെച്ച് പറയുന്ന സെൻറ്റൻസിലെ ഫസ്റ്റ് സെൻറ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് കൈൻ എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നിഷ്ഠ, ഇത് രണ്ടും ഒരു സെൻറ്റൻസിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് കൈനും നിഷ്ഠും. ഈ രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ്, അതായത് രണ്ടാമത് നമ്മൾ സൊണ്ടേൻ വെച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഈ സൊണ്ടേൻ എന്ന് പറഞ്ഞ കണക്റ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസ് നിഷ്ഠ ഓർഡർ കൈൻ, അതായത് നെഗറ്റീവ് ആയിരിക്കണം. അതിന് ശേഷമായിരിക്കും നമ്മൾ സൊണ്ടൻസ് ആ ഒരു സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ട്രിങ്കെ കൈനൻ കഫേ സൊണ്ടേൻ ടേ. അതായത് ഞാൻ കാപ്പി കുടിക്കില്ല പക്ഷേ ചായ കുടിക്കും. അതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരാം. ഇവിടെ കൈനൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു സെൻറ്റൻസിനെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. കാപ്പി കുടിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൈനൻ യൂസ് ചെയ്തത്. ഇഷ് ട്രിങ്കെ കൈനൻ കഫേ, ഞാൻ കാപ്പി കുടിക്കാറില്ല പക്ഷേ ചായ കുടിക്കും, ഞാൻ ചായ കുടിക്കും. അതാണ് അവിടുത്തെ ഒരു
വീണ്ടും അപ്പോൾ ഇവിടെ സബ്ജക്റ്റും വെർബും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, നേരെ സൊണ്ടേൻ ടേ എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത സെന്റൻസ്, എറിസ്റ്റ് നിഷ്ട് സ്റ്റുഡൻറ് സൊണ്ടേൺ ലേറർ. അവനൊരു വിദ്യാർത്ഥിയല്ല, മറിച്ച് അവനൊരു ടീച്ചറാണ്, ലേററാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിഷ്ടാണ് ഇവിടെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. എറിസ്റ്റ് നിഷ്ട് സ്റ്റുഡൻറ്. വീണ്ടും നമ്മൾ രണ്ടാമത്തെ സെന്റൻസിലും സബ്ജക്റ്റും വെർബും സെയിം തന്നെയാണ്, അവൻ ടീച്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എറിസ്റ്റ് ലേറർ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സബ്ജക്റ്റും വെർബും സെയിം ആയതുകൊണ്ട് സൊണ്ടേൺ ലേറർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിയാൽ മതി. ഇനി അടുത്ത സെന്റൻസ്, ദസ് ഇസ്റ്റ് കൈൻ ഹുൺ സൊണ്ടേൺ ഐനെ കാറ്റ്സെ. അതൊരു ഡോഗ് അല്ല, മറിച്ച് അതൊരു പൂച്ചയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദസ് ഇസ്റ്റ് എന്ന് പറഞ്ഞതായിരുന്നു ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്, സബ്ജക്റ്റും വെർബും സെയിം ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതിയില്ല, പകരം ഒബ്ജക്റ്റ് ഐനെ കാറ്റ്സെ എന്ന് പറയുന്നതാണ് നമ്മൾ വീണ്ടും എഴുതിയിരിക്കുന്നത്. അപ്പോൾ കീ ഡിഫറൻസ്, അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആബറും സൊണ്ടേണും രണ്ടും പക്ഷേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ആബർ എന്ന് പറഞ്ഞാൽ പച്ചയും, സൊണ്ടേൺ എന്ന് പറയുമ്പോൾ മറിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പച്ചേ അല്ലെങ്കിൽ മറിച്ച്, അങ്ങനെ ഒരു മീനിങ് ആണ് സൊണ്ടേൺ വരുന്നത്. ആബർ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കില്ല, അതായത് കൈനോ നിഷ്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് ആബർ വെക്കാൻ പറ്റില്ല. പക്ഷെ സൊണ്ടേൺ വെക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഫസ്റ്റ് സെന്റൻസ് നെഗേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതായത് കൈൻ ഓർഡർ ഇഷ്ടത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് ഫസ്റ്റ് സെന്റൻസിനെ നെഗേറ്റ് ചെയ്തതിന് ശേഷമേ സൊണ്ടേൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആബർ വെക്കുന്നത് രണ്ട് സെന്റൻസ് ഒരു കോൺട്രാസ്റ്റ് ആയിരിക്കും, എന്നാൽ സൊണ്ടേൺ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് സെന്റൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സൊണ്ടേൺ യൂസ് ചെയ്യുന്നത്. ഇനി ആബർ വെക്കുമ്പോൾ രണ്ടും ട്രൂ ആയിരിക്കും, അതായത് രണ്ട് സെന്റൻസും സത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും പറയുന്നത്. സൊണ്ടേൺ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് ഐഡിയ എപ്പോഴും, അതായത് ഫസ്റ്റ് സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും, തെറ്റായിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൊണ്ടേൺ ഫസ്റ്റ് സെന്റൻസ് നെഗേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആബറും പക്ഷേ തന്നെ സൊണ്ടേണും പക്ഷേ തന്നെ രണ്ടും വെക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.